വടകര മേഖലയിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാവാൻ വൈകിയേക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ ഉയരപാത അനുവദിക്കാൻ തത്വത്തിൽ ധാരണയായ സാഹചര്യത്തിലാണിത്. ഈ വർഷം മെയ് ആയിരുന്നു പൂർത്തീകരണ കാലാവധി. ഇപ്പോൾ ഇത് 2027 മെയ്യിലേക്ക് നീട്ടിയിട്ടുണ്ട്. പ്രവൃത്തിയുടെ വേഗതയനുസരിച്ച് ചിലപ്പോൾ ഈ തീയതിയിലും പൂർത്തിയാവാൻ സാധ്യത കുറവാണ്. മണ്ണ് ദുർബലമാണെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ആറി പാനൽ വെച്ച് മണ്ണിട്ടുയർത്തിയ റോഡ് നിർമ്മിക്കുന്നത് എംബാങ്ക്മെന്റ് സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരം സ്ഥലങ്ങളിൽ തൂണിന്മേൽ പാത അഥവാ വയഡക്ട് നിർമ്മിക്കാൻ NHAI ശുപാർശ ചെയ്തത്. തത്വത്തിൽ ഇത് ധാരണയായെങ്കിലും എവിടെയൊക്കെ എത്ര മീറ്ററിൽ എന്നത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് വന്നിട്ടില്ല. ഇതിന് കാത്തിരിക്കുന്നതിനാൽ കൈനാട്ടി മുതൽ വടകര കരിമ്പനപാലം വരെയുള്ള സ്ഥലത്തെ മണ്ണിട്ടുയർത്തൽ പ്രവൃത്തി നിലച്ചു. മണ്ണിട്ടുയർത്തൽ തുടങ്ങിയ സ്ഥലത്തുവരെ ഇത് നിർത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഉടൻ അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷ. കൈനാട്ടി മേൽപ്പാലത്തിന്റെ ഇരുവശം, ചോറോട് അടിപ്പാതയുടെ ഒരു വശം, പെരുവാട്ടുംതാഴ മേൽപ്പാലത്തിന്റെ 2 വശം, അടക്കാത്തെരുവിലെ മേൽപ്പാലത്തിന്റെയും ബൈപ്പാസിലെ 560 മീറ്റർ നീളമുള്ള ഉയരപാതയുടെയും ഇടയിലുള്ള ഭാഗം, നാരായണനഗരം ജംഗ്ഷൻ മുതൽ കുറച്ച് വടക്കോട്ട്, കരിമ്പനപാലം എന്നിവിടങ്ങളിലാണ് പുതുതായി ഉയരപാതയ്ക്ക് ശുപാർശയുള്ളത്. ഇതിൽ കൈനാട്ടി, അടക്കാത്തെരുവ് എന്നിവിടങ്ങളിലെല്ലാം ആറി പാനൽ വെച്ച് മണ്ണിട്ടുയർത്തൽ തുടങ്ങിയിരുന്നു. ഇതെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. വടകര ബൈപ്പാസിലും കരിമ്പനപാലത്തും മണ്ണ് പണി നടക്കുന്നില്ല. നിലവിൽ പ്രവൃത്തിയിൽ ഏറെ പിന്നിലാണ് കൈനാട്ടി വടകര റീച്ച്. ഉയരപാതയ്ക്ക് അനുമതിയായാൽ നിലവിൽ കൂട്ടിയിട്ട മണ്ണ് എടുത്തു മാറ്റേണ്ടി വരും. ആയിരക്കണക്കിന് ആറി പാനലുകളും പാഴാകും. ആദ്യം പൈലിംഗ് നടത്തി തൂൺ നിർമ്മിക്കാൻ തന്നെ സമയമെടുക്കും. അതിനു മുൻപേ തന്നെ തൂണിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.